SCERT ബേസിക് സയൻസ് പാഠഭാഗത്തുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ചാപ്റ്റർ. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ജീവാണുവളങ്ങൾ. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നതിനായി ഉപയോഗിക്കുന്നവ റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളും അസോള എന്ന ജലസസ്യവും. മണ്ണിൽ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനാണ് റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം, അസോള എന്ന ജലസസ്യം എന്നിവ ഉപയോഗിക്കുന്നത്. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കെണികളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഫിറമോൺ കെണി. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണ രീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് IPM. പശു ഇനങ്ങൾ ഏതൊക്കെയാണ്? ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ. എരുമ, മുറ, നീലിരവി, ഭദാവരി. ആട്, തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. കോഴി, അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ. താറാവ്, മസ്കവി, ചാര, ചെമ്പല്ലി. കാട ഇനങ്ങളാണ് ജപ്പാനീസ്, വൈറ്റ്, ബോംബ് വൈറ്റ് എന്നിവ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുന്നത് സെറികൾച്ചർ. പട്ടുനൂൽപ്പുഴുക്കളുടെ ഇനങ്ങളാണ് മൾബറി, ടെസർ, മുഖ എന്നിവ. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് ഫ്ലോറികൾച്ചർ അല്ല, പിസികൾച്ചർ. മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ. പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുന്നത് സെറികൾച്ചർ. എന്താണ് ഫ്ലോറികൾച്ചർ? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിയാണ് ഫ്ലോറികൾച്ചർ. ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയാണ് കൂണികൾച്ചർ. ശാസ്ത്രീയമായി കൂൺ വളർത്തുന്നതാണ് മഷ്റൂം കൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത് ഹോർട്ടികൾച്ചർ. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ്. കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആനുപാതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിളകൃഷി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. ചെടികളെ പോഷകലായനികളിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൈമാറുന്ന രീതിയാണ് എയറോപോണിക്സ്. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് നിലകൊള്ളുന്നവയാണ് നാടൻ ഇനങ്ങൾ. ഇവ ഉയർന്ന പ്രതിരോധശേഷിയുള്ളതും പരിചരണ ചെലവ് കുറഞ്ഞതുമാണ്. ചില നാടൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാവ്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ. വാഴ, ഞാലിപ്പൂവൻ, പാളയംകോടൻ. പശു, വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ആട്, മലബാറി, അട്ടപ്പാടി, ബ്ലാക്ക്.
ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.